സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദ്ഗുരവേ നമ. ഹരേ കൃഷ്ണ. അഥ ഷഷ്ടോധ്യായ. ശ്രീശുക ഉവാച. അഥ ബ്രഹ്മാത്മജൈർദേവൈ പ്രജേശൈരാവൃതോഭ്യഗാത് ഭവച്ച ഭൂതഭവ്യേശോ യയൗ ഭൂതഗണൈർവൃതാം. ഇന്ദ്രോ മരുദ്ഭിർഭഗവാനാദിത്യാ വസവോऽശ്വിനൗ ഋഭവോऽങ്കിരസോ രുദ്രാ വിശ്വേ സാധ്യാശ്ച ദേവതാ. ഗന്ധർവാപ്സരസോ നാഗാഃ സിദ്ധചാരണഗുഹ്യകാഃ ഋഷയഃ പിതരശ്ചൈവ സവിദ്യാധരകിന്നരാः. ദ്വാരകാമുപസംജഗ്മു സർവേ കൃഷ്ണദിദൃക്ഷവ വപുഷാ യേന ഭഗവാൻ നരലോകമനോരമ. യശോവിതേനെ ലോകേഷു സർവലോകമലാപഹം. തസ്യാം വിഭ്രാജമാനായാം സമൃദ്ധായാം മഹർദ്ദിഭി വ്യജക്ഷതാ വിതൃപ്താക്ഷാ കൃഷ്ണമത്ഭുതദർശനം. സ്വർഗോദ്യാനോപകൈർമാല്യൈ ഛാദയന്തോ യദൂത്തമം ഗീർഭിച്ഛിത്രപദാർത്ഥാഭിസ്തുഷ്ടുവുർജഗദീശ്വരം. ദേവാ ഊജു നദാസ്മതേ നാഥ പദാരവിന്ദം ബുദ്ധീന്ദ്രിയപ്രാണമനോവചോഭി യൽഛിന്ദ്യതേന്തർഹൃദി ഭാവയുക്തൈഃ മുമുക്ഷുഭിഃ കർമ്മമയോരുപാശാൽ. തം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം വ്യക്തം സൃജസ്യവസിലുംബസി തദ്ഗുണസ്ഥാം. നൈതൈർഭവാനജിത കർമ്മഭിരജ്യതേ വൈ യൽ സ്വേ സുഖേ വ്യവഹിതേഭിരതോ നവദ്യാം. ശുദ്ധനൃണാം നതു തദേഢ്യദുരാശയാനാം വിദ്യാസുധാധ്യയനദാനതപഃക്രിയാഭിഃ. സത്വാത്മനാം ഋഷഭതേ യശസി പ്രവൃദ്ധാഃ സൽശ്രദ്ധയാ ശ്രവണസംഹൃദയാ യഥാ സ്യാത്. സ്യാനസ്തവംഘ്രിരശുഭാശയധൂമകേതു ക്ഷേമായയോ മുനിഭിരാർദ്രഹൃദോ ഹ്യമാന. യഃ സാത്വതൈ സമവിഭൂതയ ആത്മവദ്ഭിർവ്യൂഹേർച്ചിത സവനശഃ സ്വരതിക്രമായ. യൽഛിന്ദ്യതേ പ്രയതപാണിഭിരധ്വരാഗ്നൗ ത്രയ്യാ നിരുക്തവിധിനേശ ഹവിർഗൃഹീത്വാ. അധ്യാത്മയോഗ ഉദയോഘിഭിരാത്മമായാം ജിജ്ഞാസുഭിः പരമഭാഗവതൈः പരീഷ്ഠാം. പരീഷ്ടയാ തവ വിഭോ വനമാലയേയം സംസ്പർദ്ധിനി ഭഗവതി പ്രതിപത്നിവശ്രീ. യഃ സുപ്രണീതമമുയാർഹണമാദദന്നോ ഭൂയാൽ സദാംഘ്രിരശുഭാശയധൂമകേതു. കേതുസ്ത്രിവിക്രമയുതസ്ത്രിപദൽപദാഗോ യസ്തേ ഭയാഭയകരോऽസുരദേവചമ്മോ. സ്വർഗായ സാധുഷു ഖലേഷ്വിതരായ ഭൂമൻ പാദഃ പുനാതു ഭഗവൻ ഭജതാമഖം നഃ. നസ്യോദഗാവ ഇവ യസ്യ വശേ ഭവന്തി ബ്രഹ്മാദയസ്തനുഭൃതോ മിഥുരർദ്യമാന. കാലസ്യ തേ പ്രകൃതിപൂരുഷയോ പരസ്യ ശം നസ്തനോതു ചരണഃ പുരുഷോത്തമസ്യ. അസ്യാസി ഹേതുരുദയസ്ഥിതി സംയമാനാമവ്യക്തജീവമഹതാം അഭികാലമാഹു. സോയം തൃണാഭിരഖിലാപജയേ പ്രവൃത്ത കാലോ ഗഭീരരയ ഉത്തമപൂരുഷസ്ത്വം. ത്വത്തഃ പുമാൻ സമധിഗമ്യ യയാ സ്വവീര്യം ധത്തെ മഹാന്തമിവ ഗർഭമമോഘവീര്യ. സോയം തയാനുഗത ആത്മന ആണ്ഡകോശം ഹൈമം സസർജ ബഹിരാവരണൈരുപേതം. തത്തസ്തുഷശ്ച ജഗതശ്ച ഭവാനധീശോ യന്മായയോത്ഥ ഗുണവിക്രിയയോപനീതാൻ. അർത്ഥാഞ്ജുഷന്നപി ഋഷീകപദേന ലിപ്തോ യേന്യേ സ്വതഃ പരിഹൃതാദപി ബിഭ്യതി സ്മ. സ്മായാവലോകലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡലപ്രഹിത സൗരതമന്ത്രശൗണ്ഡ്യൈ
പത്ന്യസ്തു ഷോഡശസഹസ്രമനം ഗബാണൈരസ്യേന്ദ്രിയം വിമഥിതും കരണൈർന വിഭ്യസ്തവാമൃതകഥോദവഹാസ്ത്രിലോക്യാ പാദാവനേജ സരിത ശമലാനി ഹന്തും ആനുസ്രവം ശ്രുതിഭിരംഘ്രിജമം ഗസംഗൈ തീർത്ഥദ്വയം ശുചിഷദസ്ത ഉപസ്പൃശന്തി. ബാദരായണരുവാച ഇത്യഭീഷ്ടുയ വിബുധൈ സേഷ ശതധൃതിർഹരിം അഭ്യഭാഷത ഗോവിന്ദം പ്രണമ്യാംഭരമാശ്രിത. ബ്രഹ്മോവാച ഭൂമേർഭാരാവതാരായ പുരാ വിജ്ഞാപിതഃ പ്രഭോ ത്വമസ്മാഭിരശേഷാത്മൻ തത്തഥൈവോപപാദിതം ധർമ്മശ്ച സ്ഥാപിതഃ സൽസു സത്യസന്ധേഷു വൈ ത്വയാ കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്ത സർവലോകമലാപഃ അവതീര്യ യതോർവംശേ ബിഭ്രദ്രൂപമനുത്തമം കർമാണി ഉദ്ദാമം വൃത്താനി ഹിതായ ജഗതോ കൃതാ. യാനി തേ ചരിതാനീശ മനുഷ്യാ സാധവഃ കലൗ ശൃണ്വന്ത കീർത്തയന്തശ്ച തരിഷ്യന്ത്യഞ്ജസാതമ. യദുവംശേവതീർണസ്യ ഭവതഃ പുരുഷോത്തമ ശരച്ഛതം വ്യതീയായ പഞ്ചവിംശാധികം പ്രഭോ. നാധുനാ തേഖിലാധാര ദേവകാര്യാവശേഷിതം കുലം ച വിപ്രശാപേന നഷ്ടപ്രായമഭൂദിതം. തത സ്വധാമ പരമം വിശസ്വ യദി മന്യസേ സലോകാൻ ലോകപാലാന്ന പാഹി വൈകുണ്ഠകിങ്കരാൻ. ശ്രീ ഭഗവാനുവാച അവധാരിതമേതന്മേ യഥാർത്ഥ വിബുധേശ്വര കൃതം വഃ കാര്യമഖിലം ഭൂമേർഭാരോവതാരിത. തദിദം യാദവകുലം വീര്യശൗര്യശ്രിയോദ്ധതം ലോകം ജിഗൃക്ഷത് രുദ്ധം മേ വേലയേവ മഹാർണവ. യദ്യസംഹൃത്യ തൃപ്താനാം യദൂനാം വിപുലം കുലം ഗന്ധാസ്മ്യനേന ലോകോയം ഉദ്വലേന വിനക്ഷ്യതി. ഇദാനീം നാശ ആരബ്ധ കുലസ്യ ദ്വിജശാപതഃ യാസ്യാമി ഭവനം ബ്രഹ്മൻ ഏതദന്തേ തവാനഘ. ശ്രീശുക ഉവാച ഇത്യുക്തോ ലോകനാഥേന സ്വയംഭൂ പ്രണിപത്യതം സഹ ദേവഗണൈർദേവഃ സ്വധാമ സമപദ്യത. അത തസ്യാം മഹോത്പാദാൻ ദ്വാരവത്യാം സമുത്ഥിതാൻ വിലോക്യ ഭഗവാനാഹ യദുവൃദ്ധാൻ സമാഗതാൻ. ശ്രീഭഗവാനുവാച ഏതേ വൈ സുമഹോത്പാദാഃ വിത്തിഷ്ഠന്തിഹ സർവദാ ശാപശ്ച നഃ കുലസ്യാസ്യേൽ ബ്രാഹ്മണേഭ്യോ ദുരത്യയാം. ന വസ്തവ്യമിഹാസ്മാഭിർജിജീവിഷുഭിരാര്യഗാഃ പ്രഭാസം സുമഹത് പുണ്യം യാസ്യാമോദ്യൈവ മാചിരം. യത്ര സ്നാത്വാ ദക്ഷശാപാദ ഗൃഹീതോ യക്ഷ്മണോഡുരാട് വിമുക്ത കിൽബിഷാൽ സദ്യോ ഭേജേ ഭൂയഃ കലോദയം. വയം ച തസ്മിന്നാപ്ലുത്യ തർപ്പയിത്വാ പിതॄൻ സുരാൻ ഭോജയിത്വോഷിജോ വിപ്രാൻ നാനാഗുണവദാന്ധസ്സ. തേഷു ദാനാനി പാത്രേഷു ശ്രദ്ധയോക്ത്വാ മഹാന്തി വൈ വ്രജിനാനി തരിഷ്യാമോ ദാനൈർനൗഭിർവർണവം. ശ്രീശുക ഉവാച ഏവം ഭഗവതാദിഷ്ട യാദവാഃ കുലനന്ദന ഗന്തും കൃതധിയസ്തേർത്ഥം സ്യന്ദനാൻ സമയൂയുജൻ. തന്നിരീക്ഷ്യോദ്ധവോ രാജൻ ശ്രുത്വാ ഭഗവതോദിതം ദൃഷ്ട്വാരിഷ്ടാനി ഘോരാണി നിത്യം കൃഷ്ണമനുവ്രത. വിവിക്ത ഉപസംഗമ്യ ജഗദാമീശ്വരേശ്വരം പ്രണമ്യ ശിരസാ പാദൗ പ്രാഞ്ജലിസ്തമഭാഷത. ഉദ്ധവ ഉവാച ദേവദേവേശ യോഗേശ പുണ്യശ്രവണകീർത്തന സംഹൃത്യൈതൽകുലം നൂനം ലോകം സന്ധ്യക്ഷതേ ഭവാൻ വിപ്രശാപം
പാർത്ഥോപി പ്രത്യാഹൻ നയതീശ്വര. നാഹം തവാഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമ നയമാമപി. തവ വിക്രീഡിതം കൃഷ്ണ നൃണാം പരമമംഗളം കർണപീയൂഷമാസ്വാദ്യ ത്യജത്യന്യസ്പൃഹാം ജന. ശയ്യാസനാടനസ്ഥാന സ്നാനക്രീഡാശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താസ്ത്യജേമഹി. ത്വയോപഭുക്തസ്രഗന്ധ വാസോലങ്കാരചർച്ചിതാ ഉച്ഛിഷ്ടഭോജിനോ ദാസാ തവ മായാം ജയേമഹി. വാദരശനായ ഋഷയ ശ്രമണ ഊർധ്വമന്ദിന ബ്രഹ്മാഖ്യം ധാമതേ യാന്തി ശാന്താ സന്യാസിനോ മലാ. വയം ത്യുഹ മഹായോഗിൻ ഭ്രമന്ത കർമ്മവർത്മസു ത്വദ്വാർത്തയാ തരിഷ്യാമ താവകൈ ദുസ്തരം തമ. സ്മരന്ത കീർത്തയന്തസ്തേ കൃതാനി ഗദിതാനി ച ഗത്യുസ്മിതേ ക്ഷണക്ഷുവേളി യന്നിലോകവിഡംബനം. ശ്രീശുക ഉവാച ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്തിനം പ്രിയം ഭൃത്യം ഉദ്ധവം സമഭാഷത. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഷഷ്ഠോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുരേവ ജഗത് സർവം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് പാരായണം ചെയ്തിട്ടുള്ളത് ഏകാദശ സ്കന്ധത്തിലെ 6-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ശ്രീ ശുകബ്രഹ്മർഷി വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാനെ കാണുവാൻ വേണ്ടി ബ്രഹ്മാവ്, പ്രജാപതിമാർ, സനകാദി മുനീന്ദ്രന്മാർ തുടങ്ങിയവരെല്ലാവരും, അതേപോലെ പരമശിവൻ ഭൂതഗണങ്ങളോടുകൂടിയും ദ്വാരകയിലേക്ക് എഴുന്നള്ളി. ഭഗവാൻ കൃഷ്ണനെ നേരിൽ ദർശിക്കാനായി ഇന്ദ്രൻ മരുത്തുക്കളോടൊത്ത് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഇതുപോലെ തന്നെ സൂര്യൻ, അശ്വിനി ദേവന്മാർ, രുദ്രന്മാർ, ബൃഹസ്പതി, വിശ്വേദേവന്മാർ, സാധ്യർ, കിന്നരന്മാർ, വിദ്യാധരന്മാർ, പിതൃക്കൾ, ഋഷിമാർ, ഋഭുക്കുകൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ തുടങ്ങിയവരും ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. മർത്യചിത്തം ഹരിക്കുവാനായി രൂപമെടുത്തവനായ ഭഗവാന്റെ സർവപാപങ്ങളെയും ഹരിക്കുന്ന കീർത്തിയെ എല്ലായിടത്തും പരത്തിയ ആ തിരുസ്വരൂപത്തെ ഒരു നോക്കു കാണുവാൻ ദേവാദികളെല്ലാം വളരെയധികം ആഗ്രഹിച്ചു. സർവഭോഗ്യ വസ്തുക്കളും നിറഞ്ഞതായ ആ ദ്വാരകയിൽ വസിക്കുന്ന ഭഗവാന്റെ അത്ഭുത രൂപത്തെ എത്ര തന്നെ ദർശിച്ചിട്ടും ദേവാദികൾക്ക് തൃപ്തിയായില്ല. അവർ സ്വർലോകത്തിലെ പൂന്തോട്ടങ്ങളിൽ നിന്നുണ്ടായതായ ദിവ്യപുഷ്പങ്ങൾ കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവം അർച്ചിച്ച് ഇപ്രകാരം വാഴ്ത്തി സ്തുതിക്കുവാൻ തുടങ്ങി. ദേവാഊജു
നദാസ്മതേ നാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയപ്രാണമനോവചോഭി യച്ചിന്യതേന്തർഹൃദി ഭാവയുക്തൈർ മുമുക്ഷുഭി കർമ്മമയോരുപാശാത്. അല്ലയോ നാഥ, കർമ്മമയമായ പാശത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നതിനായി മുമുക്ഷുക്കൾ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന നിന്തിരുവടിയുടെ പാദാരവിന്ദത്തെ ഞങ്ങൾ ഇതാ ബുദ്ധി, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ്, വാക്ക് മുതലായവ കൊണ്ട് നമിക്കുന്നു. വീണ്ടും സ്തുതി തുടരുകയാണ്. അല്ലയോ ഭഗവാനെ, നിന്തിരുവടി മായാഗുണങ്ങളായ സത്വരജസ് തമോ ഗുണങ്ങളെ നിയന്ത്രിക്കുകയും അതേ മായ കൊണ്ട് തന്നെ പ്രപഞ്ചത്തെ തന്നിൽ തന്നെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിന്തിരുവടി ആകട്ടെ ഈ കർമ്മങ്ങളിലൊന്നും ബന്ധിതനായി തീരുന്നുമില്ല. സർവത്ര പൂർണ്ണനായിരിക്കുന്ന നിന്തിരുവടി അവ്യവഹിതമായിരിക്കുന്ന ആത്മാനന്ദത്തിൽ ലയിച്ചു കഴിയുന്നുവല്ലോ. സത്വ ആത്മാക്കളിൽ വെച്ച് ശ്രേഷ്ഠനായ നിന്തിരുവടിയുടെ കീർത്തിയെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നവരുടെ മനോമാലിന്യങ്ങളെല്ലാം അകന്നുപോയി പരിശുദ്ധമായി തീരുന്നു. അപ്രകാരമുള്ള ശുദ്ധി മനോമാലിന്യത്തോടുകൂടിയവർക്ക് ദാനം, വേദാധ്യയനം, യജ്ഞം, തപസ്, വിദ്യ മുതലായവയൊന്നുകൊണ്ടും സിദ്ധിക്കുകയില്ല. മുനിമാർ പരമപദം പ്രാപിക്കുന്നതിനായിക്കൊണ്ട് ആർദ്രമായിരിക്കുന്ന മനസ്സുകൊണ്ട് വഹിക്കുന്നതും ആത്മജ്ഞാനികളായ സാത്വതന്മാർ സ്വർഗത്തെയും കടന്ന് വൈകുണ്ഠത്തെ പ്രാപിക്കുന്നതിനായി വാസുദേവ ആദി ചതുർവ്യൂഹത്തിൽ സന്ധ്യതോറും അർച്ചിക്കുന്നതുമായ ആ നിന്തിരുവടിയുടെ പാദകമലങ്ങൾ ഞങ്ങളുടെ അശുഭചിന്തകളെ നശിപ്പിക്കുന്ന ധൂമകേതുവായി ഭവിക്കണമേ. യാഗാഗ്നിക്ക് മുമ്പിൽ നിരുക്ത വിധി അനുസരിച്ച് വേദം ചൊല്ലി അഞ്ജലി കൂപ്പി ഹവിസുമേന്തി യാഗകൃത്തുക്കൾ ധ്യാനിക്കുന്നതും പരമഭാഗവതന്മാർ സദാ പൂജിക്കുന്നതും യോഗികൾ സദാ ധ്യാനിക്കപ്പെടുന്നതുമായ നിന്തിരുവടിയുടെ പാദാംബുജം ഞങ്ങളുടെ ദുർവാസനകളെയെല്ലാം നശിപ്പിക്കുന്ന അഗ്നിയായി ഭവിക്കണമേ. അല്ലയോ ഭഗവാനെ, ഭക്തന്മാർ അങ്ങയുടെ മാറിടത്തിൽ അർപ്പിച്ചിരിക്കുന്ന വനമാല തൻ്റെ സ്ഥാനം അപഹരിക്കുമോ എന്ന് ഭയപ്പെട്ട് ലക്ഷ്മീദേവി സപത്നിയോടെന്ന പോലെ അതിനോട് സ്പർദ്ധയുള്ളതുപോലെ കാണപ്പെടുന്നു. എങ്കിലും നിന്തിരുവടി ഭക്തന്മാർ സമർപ്പിക്കുന്ന വനമാലയിൽ സന്തുഷ്ടനായി അവരുടെ പൂജയെ സ്വീകരിക്കുന്നു. അങ്ങനെയിരിക്കുന്ന നിന്തിരുവടിയുടെ പാദപത്മം ഞങ്ങളുടെ അശുഭങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന ധൂമകേതുവായി തീരട്ടെ. ദേവന്മാർക്ക് അഭയത്തെയും അസുരന്മാർക്ക് ഭയത്തെയും സജ്ജനങ്ങൾക്ക് സുഖത്തെയും ദുർജനങ്ങൾക്ക് ദുഃഖത്തെയും നൽകുന്നതും സുരഗംഗയാകുന്ന വിജയ പതാകയോട് കൂടിയതും ത്രിലോകങ്ങളെയും അളന്നെടുത്തതുമായ നിന്തിരുവടിയുടെ തൃപ്പാദം ഞങ്ങളുടെ സർവ്വ ദുരിതങ്ങളും നശിപ്പിക്കണമേ. പരസ്പരമുള്ള മാത്സര്യത്തോടുകൂടിയ ബ്രഹ്മാദികൾ കൂടി മൂക്കുകയറിട്ട പശുവിനെ പോലെ ആർക്കധീനമായാണോ കഴിയുന്നത്, കാലസ്വരൂപിയും പ്രകൃതി പുരുഷന്മാരുടെ പരനായി സ്ഥിതി ചെയ്യുന്നവനും പുരുഷോത്തമനുമായ ആ ഭഗവാന്റെ പാദകമലം ഞങ്ങൾക്ക് സുഖപ്രദമായി ഭവിക്കണമേ. ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ ഹേതുവും പ്രകൃതി, മഹത്തത്വം, ജീവൻ തുടങ്ങിയവയുടെ നാഥനും ചാതുർമാസ്യങ്ങളാകുന്ന 3 നാഭികളോടൊത്ത് അതിവേഗം സഞ്ചരിച്ച് സർവവും നശിപ്പിക്കുന്ന
കാലവും നിന്തിരുവടി തന്നെയാണ്. അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയിൽ നിന്ന് വീര്യം പ്രാപിച്ച വിരാട് പുരുഷൻ പ്രകൃതിയോടൊത്ത് വിശ്വഗർഭമായിരിക്കുന്ന മഹത്തത്വത്തെ ധരിക്കുന്നു. മഹത്തത്വം അങ്ങയുടെ മായയെ ആശ്രയിച്ച് സപ്ത ആവരണങ്ങളോട് കൂടിയതും ഹിരൺമയവുമായ അണ്ഡകോശത്തിനെ സൃഷ്ടിക്കുന്നു. അല്ലയോ ഋഷികേശ, നിന്തിരുവടിയുടെ മായ കൊണ്ട് ഉദ്ഭൂതമാകുന്ന ഇന്ദ്രിയവൃത്തി കൊണ്ട് സാമീപ്യം പ്രാപിക്കുന്ന വിഷയങ്ങളെ നിന്തിരുവടി അനുഭവിക്കുന്നത് പോലെ കാണപ്പെടുന്നു. യഥാർത്ഥത്തിൽ അങ്ങ് അവയെ സ്പർശിക്കുന്നതുകൂടിയില്ല. അവിദ്യയിൽ മുങ്ങിക്കിടക്കുന്ന സകല ജീവന്മാരും വിഷയബന്ധത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഈ ചരാചരങ്ങളുടെ എല്ലാം നാഥൻ നിന്തിരുവടി തന്നെയാണ്. മന്ദഹാസം ചേർന്ന കടക്കണ്ണോട്ടം, പുരികക്കൊടികളുടെ ചലനത്തോടു കൂടിയ പ്രണയസല്ലാപം, കാമചേഷ്ടകൾ മുതലായവയെല്ലാം കൊണ്ട് 16,000 ഭാര്യമാർ ശ്രമിച്ചിട്ടുകൂടി ഒരുത്തിക്ക് കൂടി അങ്ങയുടെ മനസ്സിനെ ചെറുതായൊന്ന് ഇളക്കുവാൻ കൂടി സാധിച്ചില്ലല്ലോ. അങ്ങയുടെ കീർത്തിയെ വഹിക്കുന്ന കഥാമൃതവും പാദക്ഷാളനത്തിൽ നിന്നുണ്ടായ ഗംഗാനദിയും ത്രിലോക പാപകർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നവയാണ്. അതുകൊണ്ട് വിവേകികൾ അവയെ കാതുകൊണ്ടും ശരീരം കൊണ്ടും സേവിച്ച് വിശുദ്ധി നേടുന്നു. ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, ബ്രഹ്മാവ് ശിവനോടും ദേവന്മാരോടും കൂടി ഇപ്രകാരം സ്തുതിച്ച് ഭഗവാനെ പ്രണമിച്ചു. പിന്നെ ബ്രഹ്മാവ് ആകാശത്ത് നിന്നുകൊണ്ട് ഭഗവാനോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: മഹാപ്രഭോ, ഞങ്ങൾ മുമ്പ് അങ്ങയോട് ഭൂഭാരം തീർത്തു തരുവാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. സർവേശ്വരനായ നിന്തിരുവടി ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തന്നിരിക്കുന്നു. നിന്തിരുവടി ധർമ്മത്തെ സത്യസന്ധരായ ജനങ്ങളിൽ നല്ലതുപോലെ ഉറപ്പിക്കുകയും സർവ പാപങ്ങളെയും നശിപ്പിക്കുന്നതായ സ്വകീർത്തിയെ 10 ദിക്കിലും പരത്തുകയും ചെയ്തിരിക്കുന്നു. അതിശ്രേഷ്ഠമായ ആകാരത്തോടുകൂടി യാദവ വംശത്തിൽ വന്ന് അവതരിച്ച നിന്തിരുവടി ലോകഹിതത്തിനായിക്കൊണ്ട് നാനാവിധ ലീലകളെ ചെയ്തു. കലിയുഗത്തിൽ അങ്ങയുടെ ചരിതം കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ വളരെ വേഗത്തിൽ പാപമുക്തനായിത്തീരും. നിന്തിരുവടി യാദവ വംശത്തിൽ വന്നവതരിച്ച് ഇന്നേക്ക് 125 സംവത്സരം തികഞ്ഞിരിക്കുന്നു. അവിടുന്ന് ദേവകാര്യങ്ങൾ സർവവും സാധിപ്പിച്ചിരിക്കുന്നു. മാത്രവുമല്ല, മുനിശാപം കൊണ്ട് അങ്ങയുടെ വംശം നഷ്ടപ്രായമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്തിരുവടി ഇനി സ്വധാമത്തെ യഥാഹിതം പ്രാപിച്ചാലും ഈ ലോകത്തെയും ലോകപാലകന്മാരെയും കാത്തുരക്ഷിച്ചാലും. ഇപ്രകാരമുള്ള ബ്രഹ്മാദികളുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായി മായാമാനുഷരൂപം ധരിച്ചവനും ഈശ്വരനുമായിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ വിധാതാവേ, ഞാൻ അവിടുന്ന് പറഞ്ഞതുപോലെ സകല കാര്യങ്ങളും നിർവഹിച്ചിരിക്കുന്നു. ഞാൻ ദേവകാര്യങ്ങൾ നിറവേറ്റുകയും ഭൂഭാരം തീർക്കുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും വീര്യം, മതം, ശൗര്യം, ഐശ്വര്യം എന്നിവ കൊണ്ട് വിശ്വത്തെ തന്നെ വിഴുങ്ങുവാൻ ഇച്ഛിച്ചുകൊണ്ട് യദുകുല സാഗരം ബാക്കി നിൽക്കുന്നു. ഈ വംശത്തെ നശിപ്പിക്കാതെ
ഞാൻ സ്വസ്ഥാനത്തെ പ്രാപിക്കുകയാണെങ്കിൽ മര്യാദ തെറ്റി നടക്കുന്നവരായ ഇവർ ലോകത്തെ നശിപ്പിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. മുനിശാപം നിമിത്തം ഈ വംശം നാശത്തിൻ്റെ വക്കിലാണ്. ഇതിൻ്റെ പര്യവസാനത്തിനു ശേഷം ഞാൻ സ്വധാമത്തെ പ്രാപിച്ചുകൊള്ളാം. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി ഭഗവാനെ നമസ്കരിച്ച് സത്യലോകത്തേക്ക് തിരിച്ചുപോയി. ഇതിനുശേഷം ദ്വാരകയിൽ നിരവധി ദുർലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇതുകണ്ട് ഭയചകിതരായി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന യാദവ വൃദ്ധരോട് ഭഗവാൻ പറഞ്ഞു, ഘോരങ്ങളായ ദുർനിമിത്തങ്ങൾ നാം എല്ലായിടത്തും കാണുന്നു. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ ഇനി ഇവിടെ ജീവിക്കരുത്. ഒട്ടും താമസിക്കാതെ പുണ്യതീർത്ഥമായ പ്രഭാസത്തിലേക്ക് പോകണം. ദക്ഷശാപം നിമിത്തം ക്ഷയരോഗിയായിത്തീർന്ന ചന്ദ്രൻ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്താണല്ലോ കലാവൃദ്ധിയെ പ്രാപിച്ചത്. നമ്മളും ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ദേവന്മാർക്കും പിതൃക്കൾക്കും തർപ്പണം നടത്തണം. ശ്രേഷ്ഠ അന്നങ്ങൾ ദാനം ചെയ്ത് ബ്രാഹ്മണരെ പ്രസാദിപ്പിക്കണം. പാത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ദാനം ചെയ്യണം. ദാനമാകുന്ന തോണിയിൽ കയറി പാപമാകുന്ന സാഗരം തരണം ചെയ്യുവാൻ സാധിക്കും. ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്കുകേട്ട് യാദവർ തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. യാദവരുടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും ഭഗവാന്റെ നിർദ്ദേശവും മഹോൽപാദങ്ങളും കണ്ട് ഭയചകിതനായ ഉദ്ധവർ ഒരു നാൾ ഭഗവാനെ ഏകാന്തത്തിൽ സമീപിച്ച് ഇപ്രകാരം ചോദിച്ചു. അല്ലയോ ദേവദേവേശ, യോഗേശ്വര, പുണ്യകീർത്തെ, നിന്തിരുവടി ഈ കുലത്തെ സംഹരിച്ച് ലോകത്തെ കൈവെടിയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്തിരുവടി വിപ്രശാപത്തെ തടുക്കാതിരുന്നത് അതുകൊണ്ടാണ്. അവിടുത്തെ തൃപ്പാദ കമലങ്ങളെ ക്ഷണനിമിഷം പോലും കൈവെടിയുന്നതിനുള്ള ശക്തി എനിക്കില്ല. അവിടുന്ന് സ്വധാമത്തെ പ്രാപിക്കുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകണമേ. ശ്രോതാക്കൾക്ക് അമൃതവും സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതും സർവമംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്നതുമായ അങ്ങയുടെ പുണ്യചരിതത്തെ ശ്രവിക്കുന്നവർക്ക് ഒരിക്കലും അന്യചിന്ത ഉണ്ടാവുകയില്ല. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഊണ് കഴിക്കുമ്പോഴും എല്ലാം നിന്തിരുവടിയെ സേവിക്കുന്ന ഞങ്ങൾക്കെങ്ങനെയാണ് അങ്ങയെ വേർപിരിയുവാനാവുക? അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രം, ചന്ദനം, ആഭരണങ്ങൾ, ഭക്ഷണം മുതലായവയെ ഭക്തിയോടുകൂടി സ്വീകരിച്ച ഈ ഭൃത്യന്മാർ നിശ്ചയമായും മായയെ തരണം ചെയ്യും. കഠിന തപസ്വികളും പ്രശാന്തചിത്തരും അന്നാദികൾ വെടിഞ്ഞവരും ഊർധ്വരേതസ്സുകളുമായ യോഗികൾ നിന്തിരുവടിയുടെ ധാമത്തെ പ്രാപിക്കുന്നു. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ കർമ്മമാർഗത്തിൽ ഭ്രമിക്കുന്നവരാണ്. എന്നിരുന്നാലും അങ്ങയുടെ ഭക്തന്മാരോട് ചേർന്ന് കഴിയുകയും അങ്ങയുടെ സഞ്ചാരം, വാക്യങ്ങൾ, കർമ്മങ്ങൾ മുതലായവ കീർത്തിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിശ്ചയമായും മായയെ തരണം ചെയ്യും. ഭഗവാന്റെ ഇത്തരം വാക്കുകൾക്ക് ശ്രീ ശുകബ്രഹ്മർഷി മറുപടി പറയുന്നതും ഭഗവാന്റെ ഉദ്ധവോപദേശവും 7-ാം അധ്യായത്തിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ ഭഗവാന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.